busting up to tea. Bat my lashes and bring them to their knees. Think I'm sweet, got you fooled by a wink. Honey, don't you know? Sharper than tomato, ain't how he smiles. Got my naughty inside. Don't let me funny. That's the night begins. ആ സാറ് പിന്നെ അതിൻ്റെ പുറത്ത് കയറിയോ? നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ? പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി തന്നെ. സാർ ഈ 24 മണിക്കൂർ ഒച്ചയില്ലാത്ത ന്യൂസും കണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അല്ലേ? പറ, ഇതെൻ്റെ സംഭവം അല്ല വല്ല ബോംബ് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. താനാ 47 വാർഡിലെ കപ്ലിങ്സ് മാറ്റിയോ? ആ സാറേ, പിന്നെ ഈ ആഴ്ച വെള്ളിയാഴ്ച കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് തിങ്കളാഴ്ച ചെയ്യാം. അടുത്തയാഴ്ച വെള്ളിയാഴ്ചക്ക് എന്ത് ഇത്ര പ്രത്യേകത? താനിപ്പോൾ തന്നെ വിട്ടോ, പോ.
റിമാൻഡിൽ കഴിഞ്ഞിരുന്ന സാബ്ജോയ് എന്ന കൊലക്കേസ് പ്രതി ജയിൽ ചാടി. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. ഏറെ വിവാദമായ പോളത്തോട് ദമ്പതിവധം ഉൾപ്പെടെ 6 പേരെ കൊന്ന കേസിൽ പ്രതിയായ ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് ഡിവൈഎസ്പിയും സംഘവും പിടികൂടിയത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്. വീടിന്റെ ജനലുകൾ, വാതിൽ തുടങ്ങിയവ സുരക്ഷിതമായി ബന്ധിക്കാനും അപരിചിതർ വന്നാൽ ജാഗ്രത പാലിക്കാനുമാണ് നിർദ്ദേശം. ഏറെ വിവാദമായ പോളത്തോട് ദമ്പതിവധം ഉൾപ്പെടെ 6 പേരെ കൊന്ന കേസിൽ പ്രതിയായ ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് ഡിവൈഎസ്പിയും സംഘവും പിടികൂടിയത്. ഇയാളുടെ വിചാരണ നാളെ തുടങ്ങാനിരിക്കെയാണ് ജയിൽ ചാട്ടം. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്. മനസ്സിലായില്ലേ? വാ ചോദിക്കട്ടെ. ലഭിക്കുന്നതുവരെ ജില്ലാ നിവാസികളോടെല്ലാം അത്യധികം ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നു. വീടിന്റെ ജനലുകൾ, വാതിൽ തുടങ്ങിയവ സുരക്ഷിതമായി ബന്ധിക്കാനും അപരിചിതർ വന്നാൽ ജാഗ്രത പാലിക്കാനുമാണ്. ഏറെ വിവാദമായ ദമ്പതിവധം ഉൾപ്പെടെ 6 പേരെ കൊന്ന കേസിൽ പ്രതിയായ ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് 6 പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കൊന്നിട്ടുണ്ടെന്ന്. പക്ഷേ കൊന്നിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ മാറ്റിയിട്ട് ഒരു കമ്പിപ്പാര കിട്ടുമോ? അല്ലേ വേണ്ട, സമയമില്ല. ഇതേ കേട്ടില്ലേ? വേഗം പോണം. കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? എന്താ നിന്റെ പേര്? നീ എവിടെ ജോലി ചെയ്യുന്നേ? അല്ലേ അയ്യോ. അയ്യോ. Get out! Get out!
എന്നൊന്നും ചെയ്തേട്ടാ. എന്നുള്ള കാശ് മുഴുവൻ ഞാൻ തരാം ചേട്ടാ. ഓസ്ട്രേലിയ ഗിഫ്റ്റ് കിട്ടിയേട്ടാ, അതും തരാം ചേട്ടാ. കാശ് എന്തിനാ? പ്ലീസ് ചേട്ടാ, വീട്ടിലെ അച്ഛനമ്മ മാത്രം ചേട്ടാ. അവരോട് അവരോട് താമസം ചേട്ടാ. അയ്യോ, നിനക്കൊന്ന് ആരും അറിയാത്തടത്തോണ്ട് കുഴിച്ചിടും. കണ്ടുപിടിക്കാൻ തന്നെ 10 കൊല്ലം എടുക്കാം. സാർ, എന്താ സംഭവം? എന്താ താമോ നോക്ക്. ശരി സാർ. കുടി കുടി. ആ അവിടെ മുഴുവൻ നോക്കി സാറേ, അവിടെ ആരുമില്ല. ശരിക്കും നോക്കിയോ? ആരാ? ജയിലോ? ആര് ആരും ചാടിയിട്ടില്ല സാറേ. പിന്നെന്താ? സാറേ ഇവനോ? ഇവനെ അറിയാവോ? അറിയാം. കഴിഞ്ഞ വർഷം നമ്മുടെ CI സാറിൻ്റെ ഓഫീസിൽ വെച്ചാണ് ഇവനെ കണ്ടതാ. എന്നിട്ട് ഭയങ്കര പ്രശ്നക്കാരനാ സാറേ. ഇവന് വിദേശത്തെങ്ങാണ്ടോ ആയിരുന്നു ജോലി. അവിടെ വെച്ച് ആരാണ്ടോ ഇവനെ ഫോളോ ചെയ്യുന്നെന്നോ അവൻ്റെ ചിന്തകളൊക്കെ ആരണ്ടോ ചോർത്തുന്നെന്നും പറഞ്ഞ് ജോലി കളഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അല്ല, എന്നിട്ട് അന്വേഷിച്ചോ? എന്തിനാ സാറേ? ഇത് കേസ് മറ്റേതാ, സിക്രോഫീനി. എന്തുവാ? സിക്രോഫീനി. സ്കീസോഫ്രീനിയാണോ? അത് തന്നെ. ഇവൻ ഓസ്ട്രേലിയയിലോ മറ്റോ നല്ല കമ്പനി ജോലിയായിരുന്നു. അവിടെ വെച്ച് ഈ പ്രശ്നം പറഞ്ഞ് അവൻ ജോലിയും കളഞ്ഞ് വന്നതാണ്. വലിയ വീട്ടിലെ പയ്യനാണ്, നല്ല പഠിത്തവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വട്ടായിപ്പോയി. ഓ, ഇനിയിപ്പോൾ എന്തുവാ ചെയ്യുന്നത്? പറഞ്ഞു വിട്ടേരെ സാറേ, തലവേദനയാണ്. ഇനി അടുത്ത പരാതിയുമായിട്ട് അവൻ DIGയുടെ അടുത്ത് ചെല്ലും. പറഞ്ഞു വിട്ടാരെ സാറേ. നീ എവിടെ താമസം എന്ന് പറഞ്ഞേ? എന്നാ പോ. എടാ പോടാ.
ദേ സാറേ അവൻ പോകുന്നു. ഭാഗ്യം, കുഴപ്പമൊന്നുമില്ല. ഓ, ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സാർ സംഭവിച്ചേ? ഓർക്കുമ്പോൾ പേടിയാവുന്നു. ഇതൊക്കെ എന്തുവാ സാറേ? ഇതൊന്നും അറിയാതെ ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ. താനൊരു എഞ്ചിനീയർ അല്ലേ, എന്നിട്ട് തനിക്ക് അറിഞ്ഞൂടെ ഇതെന്തുവാന്ന്? ഇവിടേക്ക് എഞ്ചിനീയറിങ് ഇത്രയേ ഉള്ളൂ സാറേ. വെറുതെ പരീക്ഷ എഴുതി ജയിച്ചാൽ മതി. ഇതിൽ ഇത്രയും പേടിക്കാൻ ഒന്നുമില്ല. ഇതൊരു സാധാരണ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് ഡിവൈസ്. എന്ന് വെച്ചാ? ഓ, ഒരാളുടെ തലയിൽ കൂടെ ചിന്തകൾ പോകുന്നത് എങ്ങനെയാന്ന് തനിക്കറിയോ? ഇലക്ട്രിക് സിഗ്നൽ. അതെ, സ്വാഭാവികമായിട്ട് അതിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവത്തില്ലേ? അതെ. ആ, അങ്ങനെ ഈ വരുന്ന സിഗ്നൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ അടുത്തൊരു സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്മിറ്ററും ഒരു മൊബൈൽ ടവറും ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് എടുക്കാം. അതെന്തിനാ സാറേ ഇവൻ്റെ സിഗ്നൽ എടുക്കുന്നത്? എടോ, ഇങ്ങനെ ഈ വരുന്ന തരംഗങ്ങൾക്ക് എപ്പോഴും ഒരേ പാറ്റേൺ ആയിരിക്കും. ഒരാൾ എപ്പോൾ ചക്കയെ പറ്റി ചിന്തിച്ചാലും ഒരു പാറ്റേൺ ആണെങ്കിൽ മാങ്ങയെ പറ്റി ചിന്തിക്കും വേറൊരു പാറ്റേൺ ആയിരിക്കത്തില്ലേ? സന്തോഷം വരുമ്പോൾ ഒരു പാറ്റേൺ ആണെങ്കിൽ സങ്കടം വരുമ്പോൾ വേറൊരു പാറ്റേൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ വരുന്ന സിഗ്നൽ വെച്ച് നമുക്കൊരു തന്നെ ചിന്തകൾ വായിച്ചൂടെ? നിങ്ങളുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഈ പരീക്ഷണത്തിൽ ഇലക്ട്രോ ഹെൽമെറ്റും ചുമന്ന് നടക്കുക. അല്ല സാറേ, ഇവൻ്റെ ബ്രെയിൻ പാറ്റേൺ ഇങ്ങനെ എടുക്കുമ്പം ഇവനെങ്ങനെ വട്ടാവുന്നേ? അതൊരു വലിയ കഥയാണോ? ഇവൻ ഓസ്ട്രേലിയ ഉള്ള കാലത്ത് നമ്മൾ ഡിവൈസ് അത്ര ശക്തിയില്ലായിരുന്നു. അപ്പം ഇവനെ പേടിപ്പിച്ച് എക്സൈറ്റ് ചെയ്യിക്കാൻ ഞങ്ങൾ ഇടയ്ക്ക് ഓരോരുത്തരെ വിടുമായിരുന്നു. വല്ല പാർക്കിലോ മോളിലോ പാർക്കിംഗ് ലോട്ടിലോ ഒക്കെ വെച്ച്. അങ്ങനെ പേടിച്ച അവൻ സ്ഥലവും വിട്ട് ഇങ്ങോട്ട് വന്നത്. 6 വർഷമായിട്ട് ഇവൻ്റെ പുറകെ ഞങ്ങളുണ്ട്. ഇവൻ്റെ ബ്രെയിൻ പാറ്റേൺ ഒക്കെ എടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ ഇവിടെ കിടന്ന് കറങ്ങേണ്ട കാര്യമുണ്ടോ? ഇത് ഇങ്ങോട്ട് സിഗ്നൽ വിളിക്കാൻ മാത്രമല്ല, അങ്ങോട്ട് വിടാനും കൂടെ ഉള്ള ഡിവൈസാ. ആ പരീക്ഷണത്തിനാ നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോയെന്നറിയാം. ഇന്നലെ രാത്രി കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്? അപ്പൊ ശരിക്കും ചെറുക്കന് പറ്റില്ലേ? ഇന്നലെ ഈ സാധനം കൊണ്ടാണോ അവൻ അങ്ങനെയൊക്കെ തോന്നിയത്? അതുകൊണ്ട് എന്താണോ എക്സസൈസ് ആയില്ലേ? ഇന്നലെ വിട്ടത് അപ്പം ഏത് സിഗ്നലായിരുന്നു? ആർക്കറിയാം, അവൻ്റെ തന്നെ കിട്ടിയ എന്തോ സിഗ്നല്. ഇത് പരീക്ഷണമല്ലേടോ. ഇവനെപ്പോലെ ഈ പരീക്ഷണത്തോട് പ്രതികരിക്കുന്ന കുറച്ച് പേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാ ഇവനെ അന്വേഷിച്ച് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇപ്പൊ ഇവിടുന്ന് സിഗ്നലോ? ഇതെപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന സാധനമല്ല. ഒരു ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ 3 ആഴ്ചത്തേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നാളെ ഞാൻ ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ താൻ വേണം അവൻ ഒബ്സർവ് ചെയ്യാൻ. എൻ്റെ ഇടോ, ഇതൊരു പരീക്ഷണമല്ലേ. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഇന്ത്യക്കാർക്കെല്ലാം കടയിൽ പോയി വാങ്ങിക്കാം. പക്ഷെ പരീക്ഷണമെന്ന് പറഞ്ഞാൽ അയ്യം. ഇങ്ങനെ ചിന്തകൾ വായിക്കുന്ന ഒരു ഡിവൈസ് നമുക്ക് പെർഫെക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്. മിലിറ്ററി, ഇൻ്റലിജൻസ്, എത്രയോ കള്ളന്മാർ നമുക്ക് പിടിക്കാം. ഇതിനെതിരായിട്ട് അവൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ? താനല്ലേ പറഞ്ഞത് ഇവിടെയുള്ള എഞ്ചിനീയർമാരൊക്കെ മണ്ടന്മാരാന്ന്. പിന്നെ പോലീസും അവന് വിശ്വസിക്കുന്നില്ല. അവനിനി എത്ര ട്രാൻസ്ഫോമർ ഇടയിൽ പോയി ഒളിച്ചാലും നമ്മുടെ ഫ്രീക്വൻസി ഒബ്സ്ട്രക്ട് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് അല്ല നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. പകരം ഈ ഏരിയയിൽ നമ്മൾ ഇറക്കിയിരിക്കുന്ന പലതരം മൈക്രോ ട്രാൻസ്മിറ്ററുകളെ. ഇവനെ ഞങ്ങൾ അങ്ങനെ ഒന്നും വിടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ഇവൻ്റെ പുറത്ത് ഒരുപാട് കോടികൾ മുടക്കിക്കഴിഞ്ഞു. ഇനിയും കുറേ വർഷം ഇതുപോലെ തുടരേണ്ടി വരും. കുറേ വർഷമോ? അപ്പോൾ അതുവരെ എന്തായി? ശരിയായോ? ഇല്ല, ഇപ്പം ശരിയാവും. ഇവിടെയുള്ള എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് അവന്മാർ ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അതെന്താന്ന് കണ്ടുപിടിക്കാൻ വഴിയൊന്നുമില്ല. പക്ഷേ അത് കണ്ടുപിടിക്കാതെ തന്നെ ഒരു പണിയുണ്ട്. കാര്യം അവന്മാർ വഴിയാണ് നിങ്ങൾ എനിക്ക് കിട്ടിയെങ്കിലും എൻ്റെ ഇമാജിനേഷൻ ആണെങ്കിലും ചോദിച്ചാ നിങ്ങൾ നൈസാ. നീ നൈസാടാ. പക്ഷേ എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ട് എല്ലായിടും നടക്കാൻ പറ്റില്ലല്ലോ. അവന്മാരെ കളയാൻ കേട്ടോ അവന്മാർ നിർത്തുമെന്നും തോന്നുന്നില്ല. അവന്മാർ പിടിച്ചങ്ങ് ഇടിച്ചാലോ? ചേട്ടാ, അവന്മാരെ പൂട്ടാൻ എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. Ha